സീൻ മഴ, സീൻ മഞ്ഞ് തന്നെ. നല്ല മഞ്ഞായുണ്ട് ഇന്ന് എൻ്റെ പൊന്നു. അപ്പോൾ നമ്മുടെ ലൈസൻസിന് ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ ലൈസൻസ് ഒന്നെങ്കിൽ ഇൻ്റർനാഷണൽ ആക്കുക, ഇല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇവിടെ കുറച്ച് ജർമ്മൻ ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ ലൈസൻസൊക്കെ ജർമ്മൻ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അത് ഇവിടെ കുറച്ച് ഏജൻറ്റുമാരെന്നല്ല, ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് കൊടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവർ തന്നെ പറയും ഇത് എവിടെ നിന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. അവർ പറയുന്ന സ്ഥലം കുറച്ചുകൂടെ കൂടുതലായിരിക്കും പ്രൈസ്. നമ്മൾ തന്നെ എന്തെങ്കിലും നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരും ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ നാട്ടിലെ ഇന്ത്യൻ ലൈസൻസ് ജർമ്മൻ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇൻ കേസ് നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഇൻ്റർനാഷണൽ ലൈസൻസ് എടുത്തിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം ഇപ്പോൾ നിങ്ങളൊരു മാസ്റ്റേഴ്സ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വരികയാണ്, അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് ടൈമും ഫുൾ ടൈം കിട്ടാനായിട്ട് കുറച്ചുകൂടെ ചാൻസസ് കൂടുതലുണ്ട്. ഈ ഇൻ്റർനാഷണൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് 6 months ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആമസോണിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യണവരുണ്ട്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് നാട്ടിൽ നിന്ന് ഇപ്പോൾ ഈ അടുത്ത് കയറി വന്നിട്ടുണ്ട്. അവർ ഇൻ്റർനാഷണൽ ലൈസൻസ് എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അവർക്ക് 6 months ഇവിടെ ഡ്രൈവിംഗ് ഫാറർ ജോബായിട്ട് ആമസോണിലെ ഡെലിവറി ജോബായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് ജോലി കുറച്ചുകൂടെ ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾ ഏത് സിറ്റിയിലാണോ ആ സിറ്റിയിൽ ഫാസ്റ്റ് ഷോളെ പോയിട്ട്, അതായത് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ അത് നിങ്ങളൊന്ന് അന്വേഷിക്കുക ഏതായിരിക്കും ബെറ്റർ എന്നുള്ളത്. കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ബെറ്റർ ഏതാണ്, കുറച്ച് റേറ്റ് കുറവ് ഏതാണ് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. കാരണം പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പല റേറ്റ് ആയിരിക്കും. രജിസ്ട്രേഷൻ ഫീസ് പലതായിരിക്കും. പിന്നെ ഹവർ ക്ലാസ്സിൻ്റെ റേറ്റ് പലതായിരിക്കും. അപ്പോൾ നിങ്ങളത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവർ കുറച്ച് ലിസ്റ്റ് വരും, ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. അതായത് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റഡ് ലൈസൻസ്, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് നമ്മൾ ജർമ്മൻ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ ട്രാൻസ്ലേറ്റഡ് ലൈസൻസ് ആയിരിക്കും ആദ്യം വേണ്ടത്. പിന്നെ ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്ത് ഫസ്റ്റ് എയ്ഡ് ക്ലാസ് നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ ഐ ടെസ്റ്റ് പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും, വലിയ കുഴപ്പമില്ല. ഐ ടെസ്റ്റ് പിന്നെ അടുത്തത് വേണ്ടത്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഇവിടുത്തെ ടുഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അവിടുത്തെ RT ഓഫീസ് പോലെ തന്നെ ഇവിടുത്തെ ടുഫ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ ടുഫ് എന്ന് പറഞ്ഞ ആ ഓഫീസിൽ പോയിട്ട് നമ്മുടെ ഇത്രയും ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് 45 euros ആയിരുന്നു. ഒരു 1 year ബാക്ക് വരെ 45 euros ആയിരുന്നു. ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ടാവും. എന്നാൽ ഏകദേശം 45-നും 50-ക്കും ഇടയ്ക്കായിരിക്കും നമുക്ക് അതിനുള്ളൊരു റേറ്റ് വരുന്നത്. ഈ 45 euros പേ ചെയ്തിട്ട് നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവിടെ സബ്മിറ്റ് ചെയ്യുക. അതായത് ട്രാൻസ്ലേറ്റഡ് ലൈസൻസിൻ്റെ നമ്മുടെ ട്രാൻസ്ലേറ്റഡ് സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ലേറ്റഡ് ഡോക്യുമെൻറ്റ്, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡിൻ്റെ ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, ഐ ടെസ്റ്റ്, പിന്നെ നമ്മൾ ഏത് ഫാർഷോളയിലാണോ നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്നത് അതിൻ്റെ ഒരു ഫോം. ഇതെല്ലാം കൂടി നമ്മൾ ടുഫിൽ പോയിട്ട് നമ്മൾ ആദ്യം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഓൾമോസ്റ്റ് 1 month അടുത്ത് എടുക്കുന്നുണ്ട് സബ്മിറ്റ് ചെയ്തിട്ട് നമ്മുടെ അപ്രൂവലായി നമുക്ക് വരാനായിട്ട്. അപ്പോൾ ആ 1 month ഇടയ്ക്ക് നിങ്ങൾക്ക് തിയറി ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നല്ല പാടാണ് അത്യാവശ്യം ഇവിടുത്തെ ലൈസൻസ് കിട്ടാനായിട്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 90% ആളുകൾക്കും ഇതേ അനുഭവം തന്നെയായിരിക്കണം. കാരണം ലൈസൻസ് കുറച്ച് പാടാം. കാറിൻ്റെ ബൈക്കിൻ്റെ സെപ്പറേറ്റ് എടുക്കണം. കാറിൻ്റെ മാത്രമാണെങ്കിൽ 30 questions ആയിരിക്കും തിയറിക്ക് വരുന്നത്. ബൈക്കിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അഡീഷണൽ 10 questions കൂടെ വരും. നമുക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ ആപ്പ് സ്റ്റോറും പ്ലേ സ്റ്റോറും ഒക്കെ ഫ്യൂറഷൈൻ്റെ ക്വസ്റ്റ്യൻസ് ഉള്ള ആപ്പ് കിട്ടും. ഇപ്പോൾ അതിന് ഏകദേശം ഒരു 10 euro 15 euro അതാണ് ഏകദേശം മാക്സിമം നമുക്ക് വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഒരു ആപ്പ് പറയും, അതിന് നല്ല റേറ്റ് വരുന്നുണ്ട്. എൻ്റെ അടുത്തൊക്കെ പറഞ്ഞത് 120 euro അതിൻ്റെ റേറ്റ് വരുന്നതെന്നുള്ളത്. ഞാൻ പക്ഷേ ഇങ്ങനെ ആപ്പ് സ്റ്റോറിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഏകദേശം 2000 questions അടുത്തുണ്ടാവും. അത് 30 questions ആയിരിക്കും തിയറിക്ക് വരുന്നത്. അത് നിങ്ങൾ കംപ്ലീറ്റ് ആ ആപ്പിൽ 100% നമുക്ക് അതിൻ്റെ അകത്ത് ആ ഒരു നമ്മളൊരു ഗ്രീൻ ബാർ ഉണ്ട്. നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ സക്സസ് ആവുന്നു അതനുസരിച്ചിട്ട് ഗ്രീൻ ബാർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അത് 100% ആവണ വരെ നിങ്ങൾ തിയറി പഠിക്കുക. എന്നിട്ട് പോയി തിയറി അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് തിയറി കിട്ടുകയുള്ളൂ. എൻ്റെ അനുഭവം അങ്ങനെയായിരുന്നു. ഞാനൊരു ഫസ്റ്റ് ടൈം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 95% വരെ ഞാൻ അറ്റൻഡ് ചെയ്തു. ബാക്കി 5% അറ്റൻഡ് ചെയ്തില്ല. നമുക്ക് എഴുതി വെക്കാമെന്ന് കരുതി ഞാൻ ഫസ്റ്റ് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് 2 question ആണ് മാക്സിമം നമുക്ക് അവർ ഫെയിൽ ആവാൻ പറ്റുള്ളൂ.
കാരണം ഇതിന് ഓരോരോ എമൗണ്ട് അല്ലല്ലോ, നമ്മുടെ പോയിന്റ് ഉണ്ട്. അതായത് ഇപ്പോൾ മാക്സിമം 5 പോയിന്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 പോയിന്റ്സിൻ്റെ 2 ക്വസ്റ്റ്യൻ വരെ തെറ്റിക്കഴിഞ്ഞാൽ 10 പോയിന്റ് അങ്ങനെ ഓൾറെഡി പോയി. 10 പോയിന്റിന് മേളിൽ 11 പോയിന്റ് ആണ് നമ്മുടെ പോകുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്തായാലും അത് ഫെയിലാണ്. മാക്സിമം 10 പോയിന്റിൻ്റെ മാക്സിമം 2 ക്വസ്റ്റ്യൻ വരെയാണ് നമുക്ക് തെറ്റാൻ പോകുള്ളൂ. അതിന് മേളിലേക്ക് ഏതെങ്കിലും തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡേഞ്ചർ സോണിലാണ്. പിന്നെ 2 പോയിന്റ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. പക്ഷേ നമ്മൾ എക്സാം എഴുതുമ്പോൾ നമുക്ക് എത്ര പോയിന്റിനാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് അവർ ഹൈഡ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 100% ആയിട്ട് തന്നെ നിങ്ങൾ തിയറി എക്സാം അറ്റൻഡ് ചെയ്യുക. ഏകദേശം 100 euros ആണ് തിയറിക്കുള്ളത്. അപ്പോൾ തിയറി 100 euros നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ 14 ദിവസം വെയിറ്റ് ചെയ്തിട്ട് 100 euros പേ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇപ്പോൾ ഒരു 1 വീക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നാൽ മതി. 1 വീക്കും വേണ്ട, കണ്ടിന്യൂസ് 2-3 days ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തിയറി നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് തിയറി എക്സാമിന് ഈ ഒരു 1 month ടൈമും കൊണ്ട് തിയറി എക്സാം നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. തിയറി എക്സാമും കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രാക്ടിക്കലിൻ്റെ ക്ലാസ്സസും തുടങ്ങാൻ പറ്റുള്ളൂ. പ്രാക്ടിക്കൽ ക്ലാസ്സസും കഴിഞ്ഞ് അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പറയും നമുക്ക് എത്ര ക്ലാസ് വേണമെന്നുള്ളത്. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകാരാണെങ്കിൽ നമുക്കൊരു നോർമൽ ക്ലാസ്സസ് ഒരു 7 days എന്ന് പറയുമ്പോൾ ഒരു ദിവസം 2 ക്ലാസ് വെച്ചിട്ട് ഒരു 70 euros ആണ് മിനിമം വരുന്നത് ഇപ്പോൾ. അപ്പോൾ 70 eurosൻ്റെ 2 ക്ലാസ് വെച്ചിട്ട് 7 days ഒക്കെ എടുത്ത് നമുക്ക് സുഖമായിട്ട് നമുക്ക് പ്രാക്ടിക്കൽ നമുക്ക് പാസ്സാകാൻ പറ്റും. അല്ല, ഏകദേശം ഒരു 600, 700, 800 eurosൻ്റെ അടുത്തൊക്കെയാണ് നമുക്ക് പ്രാക്ടിക്കലിന് ഏകദേശം വരുന്നത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ 800 euro അതിന് വരും. മറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് 400 euro ഉണ്ട്. അപ്പോൾ 8 × 4 1200 euro ഏകദേശം ക്ലാസ്സും ഇതും കൊണ്ടും കൂടിയിട്ടുണ്ട്. പ്ലസ് അഡീഷണൽ 300 euro നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിന് കൊടുക്കുന്നു. പ്രാക്ടിക്കൽ എക്സാം എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നല്ല ആൾക്കാരാണെങ്കിൽ, നല്ല ഓഫീസറാണെങ്കിൽ നമ്മളോട് കുഴപ്പമില്ല. എനിക്ക് അറിയാൻ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നല്ല ഓഫീസറായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് എന്നോട് കംപ്ലീറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ചിലർ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തന്നെ അവരവിടെ വെച്ച് വണ്ടി നിർത്തിക്കും. അതേ നമ്മുടെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ നമ്മുടെ സൈഡിലിരിക്കുന്നുണ്ടാവും, ഓഫീസേഴ്സ് ബാക്കിലായിരിക്കും. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ അവർ എന്തെങ്കിലും ക്ലച്ചോ ബ്രേക്കോ എന്തെങ്കിലും ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫെയിൽഡ് എന്നാണ് വരുന്നത്. അത് വരാണ്ട് മാക്സിമം നിങ്ങൾ നോക്കുക. കാരണം കുറച്ച് പാടാണ് കിട്ടാനായിട്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് പാടായിരുന്നു. എല്ലാവർക്കും ഇത് അഭിപ്രായം ആയിരിക്കത്തില്ല. എന്തായാലും മിനിമം 1200-1300 euro, അതായത് ക്ലാസ് ബി കാറിൻ്റെ ലൈസൻസ് മാത്രം എടുക്കാനായിട്ട് 1300 euro ഏകദേശം വരുന്നുണ്ട് മിനിമം. അതിൽ കൂടിയാലുള്ളൂ. അതിലും കുറവ് കിട്ടണമെങ്കിൽ നമുക്ക് ക്ലാസ്സസ് അത്രയും കുറവായിരിക്കണം. അല്ലാണ്ട് ബാക്കി എല്ലാ റേറ്റൊക്കെ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവർ പ്രൈസ് കൂട്ടുകയല്ലേ ഉള്ളൂ, നേരത്തേക്കാളും പ്രൈസ് കുറയ്ക്കത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈസൻസ് എടുക്കുന്നുണ്ടെങ്കിൽ 1300 euro ഏകദേശം നിങ്ങൾ വെച്ചേക്കുക. 1300 euro ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് ബി ഡ്രൈവിംഗ് ലൈസൻസ് ഫസ്റ്റ് ചാൻസിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ചാൻസ് തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ നമ്മൾ ഓരോ ഫീൽഡിൽ തിയറി ആണെങ്കിൽ 100 കൊടുക്കുക, പിന്നെ പ്രാക്ടിക്കൽ ആണെങ്കിൽ 300 എക്സ്ട്രാ കൊടുക്കുക. അതുപോലെ 3 ചാൻസസ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് 1 yearനുള്ളിൽ നമ്മൾ തിയറി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. തിയറി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. പ്രാക്ടിക്കൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾക്കൊരു ലിമിറ്റ് ഉണ്ട്, എനിക്ക് തോന്നുന്നു 1.5 വർഷമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ 1.5 വർഷത്തിനുള്ളിൽ നമ്മൾ ലൈസൻസ് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോസസ്സൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, വീണ്ടും നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. എനിക്ക് കറക്റ്റ് അറിയത്തില്ല, എനിക്ക് 1 year ആണോ 1.5 year ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇപ്പോൾ റൂൾ ചേഞ്ച് ഉണ്ട്. അത് നിങ്ങൾ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലുമ്പോൾ അവരോട് ചോദിച്ചാൽ മതി. പിന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സസും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈസൻസ് പെട്ടെന്ന് കിട്ടും, പെട്ടെന്ന് ജോലിക്ക് കയറാം. അപ്പം നിങ്ങളിതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ലൈസൻസ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ വരിക. ഇവിടെ ഉള്ളവർ മാക്സിമം എത്രയും നേരത്തെ തന്നെ ലൈസൻസ് എടുക്കാൻ നോക്കുക. നിങ്ങളുടെ ജോലിക്ക് കുറിച്ച് ബെറ്റർ ആയിരിക്കും അത്. അപ്പോൾ ഓക്കെ.